ഹായ് ഡിയർ സ്റ്റുഡൻസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചെറിയ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നോക്കുന്നു നമ്മൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റോപ്പ് ഓഫ് ക്രെയിൻസ് ഈസ് മെയ്ഡ് ഓഫ് എ നമ്പർ ഓഫ് തിൻ വയേഴ്സ് ബ്രൈഡഡ് ടുഗദർ. വൈ? ഇലാസ്റ്റിസിറ്റിയുടെ അപ്ലിക്കേഷൻസ് എന്നുള്ള അവസാന ഭാഗത്ത് നിന്ന് ഒരു കൊല്ലത്തെ എക്സാമിൻ്റെ ചോദ്യമാണിത്. ക്രെയിനുകളുടെ മെറ്റാലിക് റോപ്സ് ഒരു സിംഗിൾ തിക്ക് റോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ തിൻ വയേഴ്സ് ഇങ്ങനെ ബ്രൈഡഡ് ടുഗദർ എന്ന രീതിയിൽ ഇങ്ങനെ മെടഞ്ഞിട്ട രീതിയിലാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് തിൻ വയേഴ്സായി ഉപയോഗിക്കാനുള്ള കാരണം എന്നാണ് ചോദിച്ചത്. തിൻ വയേഴ്സ് ആകുമ്പോൾ അവിടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഈസി ആയിരിക്കും, മാത്രമല്ല അതിന് ഫ്ലെക്സിബിലിറ്റി കിട്ടും, അതോടൊപ്പം അതിങ്ങനെ ചുറ്റി വെക്കുന്നത് കാരണം അതിന് സ്ട്രെങ്ത്തും കിട്ടും. ഓക്കെ, അപ്പോൾ 3 റീസണുകൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെക്കുക. ഒന്ന്, ഈസ് ഇൻ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഈസി ആയിരിക്കും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞത് ഫ്ലെക്സിബിൾ ആയിരിക്കും, അതേപോലെ തന്നെ സ്ട്രെങ്ത്ത് കിട്ടുകയും ചെയ്യും, സ്ട്രെങ്ത്തും ഉണ്ടായിരിക്കും. അതിങ്ങനെ മെടഞ്ഞിടുമ്പോൾ അതിന് സ്ട്രെങ്ത്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, ദെൻ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് 2 മെറ്റീരിയൽസ് എ ആൻഡ് ബി ആർ ഷോൺ ബിലോ. നിങ്ങൾക്കറിയാം സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇവിടെ 2 സോളിഡുകളുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കാണിച്ചിരിക്കുകയാണ്, എയും ബിയും. സ്റ്റേറ്റ് ദി ലോ വിച്ച് റിലേറ്റ്സ് സ്ട്രെസ് വിത്ത് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ലോ ഏതാണ്? ഹുക്സ് ലോ. ഹുക്സ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. എന്താ സ്റ്റേറ്റ്മെൻറ്റ് പറ? സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഫോർ സ്മോൾ ഡിഫോർമേഷൻസ്. ഓക്കെ, ഫോർ സ്മോൾ ഡിഫോർമേഷൻസ് അല്ലെങ്കിൽ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് അങ്ങനെയും പറയാം. ഓക്കെ, ദെൻ ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി 2 മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ? നിങ്ങൾക്കറിയാം ഡക്റ്റിലിറ്റി കൂടിയ, നന്നായി നമുക്കതിനെ വലിച്ച് നീളം കൂട്ടാൻ പറ്റുന്ന ആ ഡക്റ്റിലിറ്റി കൂടിയ മെറ്റീരിയലുകൾക്ക് ഈ പോർഷൻ നോക്കണം. ഇവിടെ DE എന്നായിരുന്നു നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ അതിനെ മാർക്ക് ചെയ്തിരുന്നത്. DE, ഫ്രാക്ചർ പോയിന്റ് DE. ഈ DE എന്ന് പറയുന്ന പോർഷൻ്റെ നീളം അത് കൂടുതലുള്ളവർ മോർ ഡക്റ്റൈൽ ആയിരിക്കും. ഡക്റ്റൈൽ മെറ്റീരിയലുകൾക്ക് പൊതുവെ പ്ലാസ്റ്റിക് റീജിയൻ തന്നെ കൂടുതലായിരിക്കും. സോ DE എന്നുള്ള പാർട്ട് വൈഡ് ആണെങ്കിൽ, വലുതാണെങ്കിൽ അത് മോർ ഡക്റ്റൈൽ ആയിരിക്കും. സോ ഇവിടെ A എന്ന് പറയുന്ന മെറ്റീരിയലാണ് മോർ ഡക്റ്റൈലായി നമുക്ക് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്, A, B ഓർ C? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിലാരാണ് മോർ ഇലാസ്റ്റിക്? സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഇലാസ്റ്റിസിറ്റി കാണും? നമുക്കറിയാം, നമുക്കതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് കിട്ടും. യങ്സ് മോഡുലസ് ഒരാൾക്ക് കൂടുതലാണെങ്കിൽ അയാൾക്ക് ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. ഈ 3 ഗ്രാഫുകളിൽ നിങ്ങൾക്കറിയാം A എന്ന് പറയുന്ന ഈ ഗ്രാഫിനാണ്, A എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ ഗ്രാഫിനാണ് സ്ലോപ്പ് കൂടുതൽ. സ്ലോപ്പ് കൂടിയ ആൾക്ക് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ് കൂടും, അപ്പോൾ ഇലാസ്റ്റിസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ A ആണ് മോർ ഇലാസ്റ്റിക്, കാരണം സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ? A. ഓക്കെ, അതാണ് larger slope. That means Young's modulus of A is greater than that of Young's modulus of B and C. Okay, A-ക്കാണ് കൂടുതൽ Young's modulus, പിന്നെ B, അതിനുശേഷം C. So A is more elastic. Okay, go to the next question. A metal cube of side 10 cm is subjected to a shear stress of 10⁴ Newton per meter square. Calculate the rigidity modulus if the top of the cube is displaced by 0.05 cm. നോക്കടാ, 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ക്യൂബ്. നോക്കടാ, ഇതൊരു ക്യൂബാണെന്ന് കരുതുക. ഈ ക്യൂബ് ഞാൻ 3 ഡയമെൻഷനിലായി വരച്ച് കാണിക്കുകയാണെങ്കിൽ ഈ ക്യൂബിൻ്റെ സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ക്യൂബ് ഇങ്ങനെ വെച്ചിരിക്കുന്നതായി സങ്കല്പിക്കും. ഈ ക്യൂബിൻ്റെ ടോപ്പ് ലെയറിൽ, ടോപ്പ് സർഫസിൽ ഇങ്ങനെ ഒരു പാരലൽ ഫോഴ്സ്, ഞാൻ ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇതിന് എന്തുണ്ടാവും? ഇതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരും വിത്തൗട്ട് ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ, ഇവിടെ ക്യൂബിൻ്റെ സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് എല്ലാം 10 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ടോപ്പ് ലെയർ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗം ഈ ഫോഴ്സ് കാരണം ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നതായി കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഈ ടോപ്പ് പോർഷൻ ഈ രൂപത്തിൽ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തതായി കാണുമ്പോൾ അവിടെ ഈ ബോഡിയുടെ റിജിഡിറ്റി മോഡുലസ് അഥവാ ഷിയർ മോഡുലസ് ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ഷിയർ മോഡുലസ് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് നേരിട്ട് തന്നിട്ട് 10⁴ ആണ്. ഷിയർ സ്ട്രെയിൻ എങ്ങനെയൊക്കെയാണ്? Δx/L. Δx എന്ന് പറയുന്നത് ടോപ്പ് സർഫസിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അത് 0.05 സെൻറ്റിമീറ്റർ. മീറ്റർ ആക്കാൻ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. L എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്. ഓക്കെ, ബോട്ടം ലെയറിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല, ടോപ്പ് ലെയർ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ 2 ബോട്ടം ടോപ്പ് സർഫസുകൾ കിടക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ് L. ഇതൊരു ക്യൂബ് ആയതുകൊണ്ട് എല്ലാ സൈഡും 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10 × 10⁻². 10⁻² ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ 0.005 എന്ന് പറയും ഷിയർ സ്ട്രെയിൻ. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.2 × 10⁻7 പാസ്കൽ എന്ന് കിട്ടും റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്, സ്റ്റീലാണോ റബ്ബറാണോ? നിങ്ങൾക്കറിയാം സ്റ്റീലിന് യങ്സ് മോഡുലസ് കൂടുതലാണ്. സ്റ്റീലിന് റബ്ബറിനേക്കാൾ യങ്സ് മോഡുലസ് കൂടുതലാണ്. സോ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. സ്റ്റീൽ ഈസ്
മോർ ഇലാസ്റ്റിക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. എ സ്പ്രിങ് ഈസ് ലോഡഡ് ആൻഡ് സസ്പെൻഡഡ് ഫ്രീലി, വാട്ട് ഈസ് ദി ഇലാസ്റ്റിക് മോഡുലസ് ഇൻവോൾവ്? പല തവണ എക്സാമിന് ചോദിച്ചു. ഒരു സ്പ്രിങ് നമ്മൾ വലിച്ചു നീട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ എൻഡിൽ ഒരു ലോഡ് അറ്റാച്ച് ചെയ്ത് അതിന് എക്സ്റ്റൻഷൻ ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ഓരോ ടേണിൻ്റെയും ആ ഷേപ്പിൽ ചേഞ്ച് വരും. സർക്കുലർ അല്ലേ ഓരോ ടേണും, എന്നാൽ നമ്മൾ അതിനെ വലിച്ചു നീട്ടുമ്പോൾ അല്ലെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്ത് അതിന് ഇലോങ്ങേഷൻ ഉണ്ടാകുമ്പോൾ ആ സർക്കുലർ ടേണിൻ്റെ ഷേപ്പിൽ മാറ്റം വരുന്നത് കാരണം അവിടുത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഷിയർ മോഡുലസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. യങ്സ് മോഡുലസ് എന്ന് എഴുതരുത്, ഷിയർ മോഡുലസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ വയേഴ്സ് ഓഫ് ടു മെറ്റീരിയൽസ് എ ആൻഡ് ബി ആർ ഗിവൺ ബിലോ. എയുടെയും ബിയുടെയും സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നു. വിച്ച് മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്ലാസ്റ്റിക് റീജിയൻ കൂടുതലുള്ള അല്ലെങ്കിൽ DE എന്നുള്ള പോർഷൻ വളരെ കൂടിയ മെറ്റീരിയലാണ്, മോർ ഡക്റ്റൈൽ. സോ മോർ ഡക്റ്റൈലായി ഇവിടെ കൊടുത്തിട്ടുള്ളത് ആരാണ്? എ എന്ന മെറ്റീരിയലാണ്. വെൻ എ സ്പ്രിംഗ് ബാലൻസസ് ആർ continuously used, spring balances are continuously used for long time, they show wrong reading, explain why. സ്പ്രിംഗ് ബാലൻസിനകത്ത് ഒരു സ്പ്രിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ വഴിയാണ് നമുക്ക് വെയിറ്റ് കണ്ടെത്താൻ സാധിക്കുന്നത്, മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുമ്പോൾ ആ സ്പ്രിങ്ങിന് കൂടെ ഇലോങ്ങേഷൻ ഉണ്ടാകുമ്പോൾ കണ്ടിന്യൂസ് ആയി ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ സ്പ്രിങ്ങിന് ഡീഫോർമേഷൻസ് ഇലോങ്ങേഷൻസ് വരുത്തുമ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയി ആവർത്തിച്ച് ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം അതിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ നഷ്ടപ്പെടും കാലക്രമേണ. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയ ഡീഫോമിംഗ് ഫോഴ്സിൻ്റെ റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ കാരണമായി ആ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അപ്രത്യക്ഷമാകുന്ന അല്ലെങ്കിൽ അത് ഇലാസ്റ്റിക് ബിഹേവിയർ നഷ്ടപ്പെടുന്ന ആ ഫിനോമിനൻ അറിയപ്പെടുന്നത് ഇലാസ്റ്റിക് ഫറ്റീഗ് എന്നാണ്. ഇലാസ്റ്റിക് ഫറ്റീഗ്. ഓക്കെ, it is due to elastic fatigue, loss of elastic behavior due to the continuous application of deforming force. Okay, then next question നോക്കാം. A spherical ball contracts by volume 0.01% when subjected to a normal uniform pressure of 10 raised to 7 Pascal. 10 raised to 7 Pascal പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്ഫെറിക്കൽ ബോളിൻ്റെ വോള്യം കുറയുന്നു. എത്ര കുറയുന്നു? കോൺട്രാക്ട് ചെയ്യുന്ന വോള്യം കുറയുന്നു, 0.01% കുറയുന്നു. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദി ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് കാണാനുള്ള ഫോർമുല ചേഞ്ച് ഇൻ പ്രഷർ ഡെൽറ്റ പി, പ്രഷർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. മൈനസ് സൈനൊക്കെ കൊടുക്കാറുണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ. നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് എഴുതുമ്പോൾ ആ ചേഞ്ച് ഇൻ വോള്യം ഒക്കെ നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം സൈൻ ഒഴിവാക്കി എഴുതുമ്പോൾ നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഇക്വേഷനിൽ മൈനസ് സൈൻ കൊടുക്കേണ്ടതില്ല. പ്രഷർ നേരിട്ട് വന്നിട്ട് 10 raised to 7 പാസ്കലാണ്. ഡെൽറ്റ വി ബൈ വി ശ്രദ്ധിക്കണം, വോള്യം 0.01% ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വോള്യം ബൈ ഒറിജിനൽ വോള്യത്തെ നമ്മൾ 0.01/100 എന്നെടുക്കണം. ശ്രദ്ധിക്കണം, വോള്യം 2% കുറയുന്നു എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ബൈ വി 2/100. ഓക്കെ, 4% കുറയുന്നു എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ബൈ വി 4/100. 0.01% ആയത് കാരണം 0.01/100. 0.01/100നെ 0.0001 എന്ന് എഴുതാം. അതിന് 10 raised to -4 ആക്കാം, മേലോട്ട് വരുമ്പോൾ 10 raised to +4, അങ്ങനെ 10 raised to 11 പാസ്കൽ എന്ന് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ലോഡ് 2 kg പ്രൊഡ്യൂസസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് 1.5 mm ഇൻ എ വയർ ഓഫ് ലെങ്ത് 4.5 meter. 4.5 meter നീളമുള്ള ഒരു വയറിൽ 2 kg ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ആ വയറിന് ഇലോങ്ങേഷൻ ഉണ്ടായി. എത്ര? 1.5 mm ഇലോങ്ങേഷൻ ഉണ്ടായി. റേഡിയസ് ഓഫ് ദി വയർ തന്നിട്ടുണ്ട് 0.3 mm ആണ്. കാൽക്കുലേറ്റ് ദി യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് കാണാനുള്ള ഫോർമുല ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ FL/A × ΔL. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഈ വയറിൻ്റെ എൻഡിൽ 2 kg ലോഡാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ mg 2 × 9.8. ഇതാണ് F എന്ന് പറയുന്നത്. ദെൻ ഒറിജിനൽ ലെങ്ത് 4.5 meter ആണ്, 4.5. ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ πr² ആണ്. πr², π 3.14. റേഡിയസ് 0.3 mm. അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ × 10 raised to -3. എന്നിട്ട് ആ റേഡിയസിനെ സ്ക്വയർ ചെയ്തു, πr² ഇൻറ്റു എക്സ്റ്റൻഷൻ ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ 1.5 mm ആണ് ഇലോങ്ങേഷൻ. അതിനെ മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10 raised to -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 2.08 × 10 raised to 11 പാസ്കൽ എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹുക്സ് ലോ. നേരത്തെ പറഞ്ഞു തന്നെ ഹുക്സ് ലോ, സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഫോർ സ്മോൾ ഡിഫോർമേഷൻ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നുകൂടി ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എ വയർ ഈസ് ഫിക്സഡ് അറ്റ് one end. A wire fixed at one is subjected to increasing load at the other end. Draw a curve between stress and strain and with the help of the curve explain the terms. സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കാനാണ് നമ്മൾ നേരത്തെ സ്ട്രെസ് സ്ട്രെയിൻ കർവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് വരയ്ക്കാൻ അറിയണം. ആദ്യ ഭാഗം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും,
പിന്നെ അത് കർവ് ആയിരിക്കും, ഈ രൂപത്തിൽ ഇങ്ങനെ പോകും. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ ഒന്ന് പ്രപ്പോർഷണൽ ലിമിറ്റാണ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ അവസാനിക്കുന്ന പോയിന്റാണ് പ്രപ്പോർഷണൽ ലിമിറ്റ്. ഓക്കെ, പ്രപ്പോർഷണാലിറ്റി എ എന്ന പോയിന്റിലൂടെ അവസാനിക്കുന്നു. ദെൻ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എയുടെ തൊട്ടടുത്തായി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റാണ് ബി എന്ന് പറയുന്നത്. ബി എന്ന പോയിന്റിന്റെ പേരാണ് ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ്, അങ്ങനെ പറയാം. പെർമനൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബി വരെയാണ് ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ളത്. ബി കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, അവിടെ സി എന്ന് ഞാൻ എഴുതി. സി എന്ന പോയിന്റിൽ വെച്ച് നമ്മൾ എല്ലാ ലോഡും റിമൂവ് ചെയ്താൽ, അതായത് സ്ട്രെസ് സീറോ ആക്കിയാൽ, പക്ഷേ അവിടെ സ്ട്രെയിൻ സീറോ ആവില്ല. സിയിൽ വെച്ച് എല്ലാ ലോഡും റിമൂവ് ചെയ്താലും ആ വയറിന് പെർമനൻ്റായി ഇലോങ്ങേഷൻ ഉണ്ടാവും, അതായത് സ്ട്രെസ് സീറോ ആക്കിയാലും ദർ വിൽ ബി എ സ്ട്രെയിൻ. ഓക്കെ, ആ സ്ട്രെയിനാണ് നമ്മൾ പെർമനൻറ്റ് സെറ്റ് എന്ന രീതിയിൽ മാർക്ക് ചെയ്യുന്നത്. ഒ ഡാഷ് എന്ന് പറയുന്ന ആ സ്ട്രെയിൻ, ഓക്കെ, അതാണ് പെർമനൻറ്റ് സെറ്റ് എന്ന രൂപത്തിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഫ്രാക്ചർ പോയിന്റ്. ഓക്കെ, ഫ്രാക്ചർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് പോയിന്റ് ആണ്. ഇതാണ് ബ്രേക്കിംഗ് പോയിന്റ്. നമ്മൾ മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സിനെ ഡി എന്ന് മാർക്ക് ചെയ്യാറുണ്ട്. ബ്രേക്കിംഗ് പോയിന്റ് ഫ്രാക്ചർ പോയിന്റ് ആണ് ഇ എന്ന് പറയുന്നത്. ഹൗ ഡസ് ദിസ് കർവ് മേ ബി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ സബ്സ്റ്റൻസ്? ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ സബ്സ്റ്റൻസ്, ഡി ഇ എന്ന് പറയുന്ന പോർഷൻ, ഓക്കെ, ഡി ആൻഡ് ഇ എന്ന് പറയുന്ന പോയിന്റുകൾ ദൂരെയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ, ഫാർ എപ്പാർട്ട് ആണെങ്കിൽ അത് ഡക്റ്റൈൽ മെറ്റീരിയൽ ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് കോപ്പറൊക്കെ. കോപ്പറിനൊക്കെ ഈ ഡി ഇ എന്നുള്ള പോർഷൻ വലുതായിരിക്കും, അത് ഡക്റ്റൈൽ മെറ്റീരിയൽ. എന്നാൽ ഡിയും ഇയും ക്ലോസ് ആണെങ്കിലോ, ഡി ഇ എന്നീ പോയിന്റുകൾ വളരെ അടുത്താണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന വസ്തുക്കളായിരിക്കും, ബ്രിട്ടിൽ മെറ്റീരിയൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഗ്ലാസ്. ഓക്കെ, സോ സ്ട്രെസ് സ്ട്രെയിൻ കർവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളമായി എക്സാമിന് വരാറുണ്ട്, നന്നായി മനസ്സിലാക്കി പഠിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായും പഠിച്ചു പോകേണ്ടത്. ഐ സെക്ഷൻ ബീമിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തിയറി ക്ലാസ് മര്യാദക്ക് കണ്ട് അതിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഈ ചോദ്യങ്ങളിലേക്ക് വരാൻ. ഓക്കെ, താങ്ക് യു ആൾ.